അള്ളാഹു ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര കൊടിയ പാപികളാണെങ്കിലും നിങ്ങളെ ഞാൻ കൈവിടൂലല്ലോ. നിങ്ങൾ എന്ത് പാപം ചെയ്താലും ഞാൻ സഹിക്കും. നിങ്ങൾ ആയിരക്കണക്കിന് ആളെ കൊന്ന കൊലയാളിയാണെങ്കിലും ഞാൻ സഹിക്കും. ഒരു ദിവസം നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങൾ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ഞാൻ സഹിക്കും. അതേസമയം എന്റെ സ്ഥാനത്ത് വേറൊരാളെ അത് ഞാൻ സഹിക്കൂല കേട്ടോ. ഇന്ന ശിർക്കല്ല ദുൽമുന്നബീം. ശിർക്ക് പാപമല്ല, ശിർക്ക് പാതകമാണ്. പാതകം. നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എത്ര കൊടിയ പാപിയായാലും, എത്ര കൊടിയ പാപിയായാലും, എത്ര ആൾക്കാരെ കൊന്നു തള്ളിയാലും, എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചാലും ഞാൻ ക്ഷമിക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹ് അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞാൽ മതി, അള്ളാഹിലേക്ക് മടങ്ങി വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അള്ളാഹ് ക്ഷമിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് അള്ളാഹയുടെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നത് അള്ളാഹ് ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, സമസ്ത ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹാണെങ്കിൽ അള്ളാഹയുടെ സ്ഥാനത്ത് വേറൊരാളെ പ്രതിഷ്ഠിക്കാൻ ഒരു ഭക്തൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ ആളെ സൃഷ്ടിച്ചതും അള്ളാഹ് തന്നെയല്ലേ? അപ്പോൾ അള്ളാഹയുടെ സ്ഥാനത്ത് അള്ളാഹിൻ്റെ തന്നെ ഒരു സൃഷ്ടിയെ പ്രതിഷ്ഠിക്കാൻ പോലും അള്ളാഹ് സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത്. അള്ളാഹ് എന്തിനാണ് ഇതിന് ഭയക്കുന്നത്? അള്ളാഹ് സർവശക്തനാണ്, അള്ളാഹാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ഒരു ഭക്തൻ അറിഞ്ഞോ അറിയാതെയോ മറ്റേതെങ്കിലും ഒരു ദൈവത്തെ ഒന്ന് ആരാധിച്ചു പോയാൽ അള്ളാഹ്ക്ക് ഹാലിളകും പോലോ, അള്ളാഹ് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പോലോ. ഇത് എന്തിനായി പറയുന്നത്? സത്യത്തിൽ ഇവർ ഇസ്ലാം മതത്തെ നശിപ്പിക്കാനായിട്ട് നിൽക്കുകയല്ലേ? അള്ളാഹ് പറയുന്നത് എന്താ? ഒരുവൻ ഹിന്ദു ആകണോ, മുസ്ലിം ആകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹാണെന്നാണ്. അപ്പോൾ ഒരുവൻ വേറൊരു ദൈവത്തെ ആരാധിക്കുന്നവനായി ജനിക്കുകയും ജീവിക്കുകയും വന്നാൽ അതിൻ്റെ ഉത്തരവാദിയും അള്ളാഹാണ്. അപ്പം അള്ളാഹയെ സർവശക്തനായി സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കണം. അള്ളാഹയുടെ തന്നെ സൃഷ്ടിയെ ദൈവത്തിൻ്റെ ഭാഗത്ത് വെച്ചാൽ അത് അള്ളാഹ് സഹിക്കില്ല. അള്ളാഹ് തന്നെ, അള്ളാഹ് അല്ലാതെ വേറൊരാളെ ആരാധിക്കുന്ന മനോഭാവം സൃഷ്ടിച്ച് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലും അള്ളാഹ് അംഗീകരിക്കത്തില്ല. ഇതെന്തൊരള്ളാഹയാണ്? ഇതാണോ സർവശക്തനായ ദൈവം? സർവശക്തനായ ദൈവം എന്തിനു ഭയക്കുന്നു? വേറൊരാളെ കൂടെ ആരാധിച്ചു എന്ന് വിചാരിച്ച് ഏകദൈവം ഏകദൈവം എന്ന് പറഞ്ഞ് ഓക്കെ, ഹിന്ദുയിസത്തിലും ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നാണ്. സത്യം, ഹിന്ദുയിസത്തിൽ സത്യം, അതാണ് ഈശ്വരൻ. ആ സത്യത്തെ, ഈശ്വരനെ ബഹുധാ വദന്തി, പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. മഹാത്മാഗാന്ധി പാടിയല്ലോ, ഈശ്വര അള്ളാ തേരേ നാം. ആ പരമമായ സത്യത്തിൻ്റെ ഈശ്വരൻ്റെ പേര് അള്ളാഹ് എന്നും കൂടെയാണ്, കൃഷ്ണനെന്നും കൂടെയാണ്, ശിവനെന്നും കൂടെയാണ്, ബ്രഹ്മാവെന്നും കൂടെയാണ്, യഹോവ എന്നും കൂടെയാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നത് ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ആളിൽ വേറൊരു പേരിൽ കൂടെ വിളിച്ചു എന്ന് വന്നു പോയാൽ അള്ളാഹ് സഹിക്കില്ല അത്രയും. ഇത് ഇസ്ലാം മതത്തെ അപകീർത്തിപ്പെടുത്താൻ, അവഹേളിക്കാൻ, അള്ളാഹയെ ഒരു വളരെ സങ്കുചിത മനോഭാവമുള്ളൊരു വ്യക്തിയുടെ സ്ഥാനത്തേക്ക് തരം താഴ്ത്താനല്ലേ ഈ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത്. ഏതായാലും ഒരു കാര്യം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ശത്രു ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ ജൂതനോ ഒന്നല്ല, ഇങ്ങനെ വഷളത്തരം പറഞ്ഞ് നടക്കുന്ന ഉസ്താദുമാരാണ്. അവർ നിയന്ത്രിച്ചാൽ ഇസ്ലാം മതത്തിനൊരു പ്രശ്നവുമില്ല. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമെല്ലാം ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും.